നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ഛാന്തോക്യ ഉപനിഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ഖണ്ഡം, പുനർജന്മത്തിൽ ആത്മാവിന്റെ പാത. ഇതാണ് തീം. ഹാരുണേയ പഞ്ചാലാനാം സമിതിമേഭ്യായ തംഹ പ്രവാഹണോ ജൈവലിരാവാച കുമാരാനു ത്വാശിഷൻ പിതേത്യനു ഹി ഭഗവ ഇതി. ശ്വേതകേതു ആരുണയൻ പഞ്ചാലന്മാരുടെ ഒരു സദസ്സിൽ പങ്കെടുത്തു. അപ്പോൾ പ്രവാഹണ ജൈവാലി അവനോട് പറഞ്ഞു, ചെറുപ്പക്കാര, നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് പ്രഭോ. 2-ാമത്തെ ശ്ലോകം. വേത്ത യതിതോധി പ്രജാഹ പ്രയന്തീതി ന ഭഗവ ഇതി വേത്ത യഥാ പുനരാവർത്തന്ത ഇതി ന ഭഗവ ഇതി വേത്ത പഥോർ ദേവയാനസ്യ പിതൃയാണസ്യ ച വ്യാവർത്തന ഇതി ന ഭഗവ ഇതി. എവിടേക്കാണ് ജീവികൾ ഇതിനുശേഷം പോകുന്നത് എന്ന് അറിയാമോ? ഇല്ല പ്രഭു. എങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത് എന്ന് അറിയാമോ? ഇല്ല പ്രഭു. നിനക്ക് 2 വഴികൾ, ഒന്ന് ദേവതകളിലേക്കും മറ്റ് പിതൃക്കളിലേക്കും പോകുന്ന വഴികൾ അറിയാമോ? ഇല്ല പ്രഭു. 3-ാമത്തെ ശ്ലോകം. വേത്ത യഥാസൗ ലോകോര സമ്പൂര്യത ഇതി ന ഭഗവ ഇതി വേത്ത യഥാ പഞ്ചമ്യാമാഹു താവവാപഹ പുരുഷവചസോ ഭഗന്തീതി നൈവ ഭഗവ ഇതി. അപ്പുറത്തുള്ള ലോകം നിറയ്ക്കപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇല്ല പ്രഭു. എങ്ങനെയാണ് ജലത്തിൽ 5-ാമത്തെ തർപ്പണത്തിന് മനുഷ്യ ശബ്ദം ഉണ്ടായത് എന്ന് അറിയാമോ? ഇല്ല പ്രഭു. 4-ാമത്തത്. അധാതു കിമനുശിഷ്ടോ വോചഥാ യോ ഹീമാനി ന വിദ്യാകഥം സോനുശിഷ്ടോ ബ്രുവീതേതി സഹായസ്ഥ പിതുരർത്ഥമേയായ തംഹോവാചനനുശിഷ്യ ഭാവ കില മാ ഭഗവാൻ അബ്രവീതനു ത്വാശിഷം ഇതി.
എങ്ങനെയാണ് നീ സ്വയം ശിക്ഷണം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിയാതിരിക്കുക? ശിക്ഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. വിഷമിച്ച് അവൻ അച്ഛന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും എന്നെ പഠിപ്പിക്കാതെ എന്നെ പഠിപ്പിച്ചു എന്ന് അങ്ങ് പറഞ്ഞു. പഞ്ചമാ രാജന്യബന്ധു പ്രശ്നാന പ്രാക്ഷിനേഷാം നൈകഞ്ചനാശകം വിവതുമിതി സഹോവാച യഥാ മാ ത്വം തദതാവനവദോ യഥാഹമേവഷാം നൈകഞ്ചന ദ്വേദ ഗദ്യഹമിമാനം വേദിഷ്യം കഥം തേ നാവക്ഷ്യമിതി. രാജവംശത്തിലുള്ള ഒരുവൻ എന്നോട് 5 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഒന്നുകൂടി എനിക്ക് പറയാനായില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്നോട് ഇപ്പോൾ പറഞ്ഞത് അതിൽ ഒന്നുകൂടി എനിക്കറിയില്ല. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരുമായിരുന്നു. 6-ാമത്തെ ശ്ലോകം. സ ഗൗതമോ രാജ്ഞോർധമയോയായ തസ്മൈഹ പ്രാപ്നായാഹങ്കാഹങ്ചകാര സഹ പ്രാതഃ സമാഘ ഉദേയായ തംഹോവാച മാനുഷസ്യ ഭഗനൗതമ വിത്തസ്യ വരം വൃണീഥ ഇതി സ ഹോവാച നവൈവ രാജന്മാനുഷം വിത്തം യാമേവ കുമാരസ്യന്തെ അഭാഷതാസ്താമേവ മേ ബ്രൂഹിതി. എന്നിട്ട് ഗൗതമൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി. അദ്ദേഹം വന്നപ്പോൾ രാജാവ് ശരിയായി ശ്രദ്ധ കാണിച്ചു. പിറ്റേ ദിവസം സഭാമന്ദിരത്തിൽ പോയി. എന്നിട്ട് രാജാവ് അവനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗൗതമ, മനുഷ്യസമ്പത്തിന്റെ വരം ചോദിക്കാം. എന്നിട്ട് അവൻ പറഞ്ഞു, മനുഷ്യസമ്പത്ത് അങ്ങയുടേത് തന്നെ ആവട്ടെ രാജാവേ. ആ ചെറുപ്പക്കാരന്റെ സാന്നിധ്യത്തിൽ അങ്ങ് പറഞ്ഞത് എന്നോട് പറയൂ. അപ്പോൾ അദ്ദേഹം വിഷമിച്ചു. സഹ കൃശ്രീഭൂവ തംഭ ചിരം വസേത്യാജ്ഞാപയാഞ്ചകാര തമഹോവാച യഥാ മാ ത്വം ഗൗതമാവദോ യഥേയം ന പ്രാക് ത്വത്തഃ പുരാവിദ്യ ബ്രാഹ്മണാൻ ഗച്ഛതി തസ്മാതു സർവേഷു ലോകേഷു ക്ഷത്രസ്യൈവ പ്രശാസനമഭൂതിഥിം തസ്മൈ ഹോവാച. കുറച്ചു നിൽക്കൂ, അദ്ദേഹം ആദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ ഗൗതമ, നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ മുമ്പുള്ള ബ്രാഹ്മണന്മാർക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ലോകങ്ങളെയും ഭരണം ക്ഷത്രിയന്മാർക്ക് മാത്രം ഉള്ളതാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു. അപ്പൊ ഇത് തുടരുകയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇവിടെ സത്യകാമനോട് രാജസദസ്സിൽ വെച്ച് രാജാവ് ചോദിക്കുകയാണ്, മരണാനന്തരം എവിടേക്കാണ് പോകുന്നത് നിനക്കറിയോ? എങ്ങനെ തിരിച്ചു വന്നത് അറിയോ? അതുപോലത്തെ ദേവന്മാരുടെ അടുത്തേക്കുള്ള വഴി അറിയോ? പിതൃക്കളുടെ തലത്തിലേക്കുള്ള വഴി അറിയോ? അതായത് കോൺഷ്യസ്നസിന്റെ യാത്ര, കോൺഷ്യസ്നസിന്റെ പ്രോഗ്രസ് നിനക്ക് അറിയോ? അറിയില്ല പറയണം. എന്നിട്ട് അച്ഛനോട് പോയി ചോദിക്കാണ്. അച്ഛൻ ആരുണി മകനെ പഠിപ്പിച്ച ആളാണ്, ഇൻസ്ട്രക്ട് ചെയ്ത ആളാണ്. അച്ഛാ, നീ അങ്ങനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ എനിക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പൊ എന്താ എന്നെ പഠിപ്പിച്ചത്? ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് നമ്മൾ ചോദിക്കാൻ പഠിക്കണം. നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള പല ആൾക്കാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പോയി പഠിച്ചിട്ടുണ്ട്. വിവേകാനന്ദൻ പലരോടും ചോദിച്ചു, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? പുരോഹിതന്മാരോട് ചോദിച്ചു, മതപണ്ഡിതന്മാരോട് ചോദിച്ചു, നമ്മള് ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു. അപ്പൊ അവര് കണ്ടില്ലേ, മോനെ ഈശ്വരനെ ആർക്കും കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ശ്രീ രാമകൃഷ്ണ പരമഹംസൻ, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം തന്നെ വളരെ കുറവായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഓർഗനൈസേഷൻ ഇല്ല, ശ്രദ്ധിക്കില്ല, കണ്ട മാനസിക രോഗിയാണ്. അദ്ദേഹത്തിനോട് പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണുന്നു, നിന്നെ കാണുന്നത് പോലെ ഈശ്വരനെ കാണുന്നു എന്നാണ്. അപ്പോഴാണ് വിവേകാനന്ദ വീണ് പോയത്. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ ലഭിക്കേണ്ടത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ട് സമ്പ്രദായങ്ങളിലൂടെ അല്ല എന്നുള്ളത് ഇതിന് വ്യക്തമാണ്. ഇപ്പൊ ഇവിടെ അവസാനം രാജാവിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് സന്യാസിമാര് എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നല്ല ലഭിക്കുക. ചാന്തോക്യോപനിഷത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരുടെ അടുത്ത് മാത്രം അല്ല ലഭിക്കുന്നത്, അവർക്ക് ഇല്ല എന്ന് പറയുന്നില്ല, അവരുടെ അടുത്ത് മാത്രമല്ല. അപ്പൊ ഇതിന് പ്രത്യേക ഒരു സ്ഥലമൊന്നും വേണ്ട. പ്രത്യേക ഒരു സ്ഥലം ഇരുന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പ്രത്യേക ഒരു റൂം, വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെയല്ല സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ. പ്രധാനപ്പെട്ട സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻസും അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഭഗവത്ഗീത യുദ്ധകളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഭീഷ്മാചാര്യര് അർജുനന് സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ശരശയ്യയിൽ കിടക്കുമ്പോഴാണ്.
അപ്പോൾ സ്പിരിച്വൽ ഇൻസ്ട്രക്ഷന് പ്രത്യേക ഒരു വേദിയൊന്നും ഒരുക്കിയിട്ട് ചെയ്യാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിന്റെ ക്രൈസിസിൽ നമുക്ക് വന്നു ചേരേണ്ടതാണ്. ഗൗതമ ബുദ്ധനായാലും ആരുടെ കഥ എടുത്തു നോക്കിയാലും, പ്രോഫറ്റ് നബിയുടെ എടുത്തു നോക്കിയാലും പെട്ടെന്നുള്ള ഒരു ട്രാൻസ്മിഷനിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം നിത്യജീവിതത്തിൽ തന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരുന്നു, ഇടയ്ക്ക് പോയി മെഡിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിതം, തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരാൾക്ക്, അങ്ങനെയുള്ള ആളാണ് ശരിക്കും സ്പിരിച്വൽ എന്നുള്ളത് ഇന്നും വ്യക്തമാണ്. മറ്റുള്ളവരെ നമുക്ക് സ്പിരിച്വൽ എന്ന് പറയാൻ സാധിക്കില്ല. ചാന്തോക്യ ഉപനിഷത്തും എല്ലാ ഉപനിഷത്തും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉപനിഷത്ത് ശരിക്കും നമ്മൾ വായിക്കണം. ഉപനിഷത്തുകൾ ഒരിക്കലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം ഡിസ്കസ് ചെയ്യാനുള്ളതല്ല, നിത്യജീവിതത്തില് ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്. അപ്പൊ ശ്വേതകേതു അച്ഛനോട് ചോദിച്ചു, അച്ഛൻ തന്നെ പോയി ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, പ്രാക്ടിക്കലായിട്ട് നോളജ് കിട്ടിയിട്ടില്ല. കാരണം എന്താണ്, സാധാരണ ജീവിതത്തിന് വിട്ടിട്ട് എവിടെയോ പോയി ഇരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കല്ല സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ. സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ് സമ്പ്രദായം ഈ റെവല്യൂഷനാണ് നമുക്ക് തരുന്നത്. ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്. ഗൃഹത്തില് തന്റെ ഫൗണ്ടേഷൻ ഉറപ്പിച്ചിട്ട് സ്നേഹവും ത്യാഗവും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ഹാർമണി കൊണ്ടുവരാൻ പറ്റുന്ന വ്യക്തികൾ, അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. ഓരോ നിമിഷവും ഹാർമണി കൊണ്ടുവരിക, എല്ലാവരിലും ആ സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിൽ ജീവിതം, തന്റെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ട് അത്യാഗ്രഹങ്ങൾ ഇല്ലാത്തൊരു ജീവിതം. അത് വീട്ടിൽ നിന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കാട്ടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല, മലയുടെ മുകളിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തോന്നും വൈരാഗ്യമാണ്, താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പിന്നെയും പഴയ സ്വഭാവങ്ങൾ തന്നെയാണ്. നമ്മൾ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ തപസ് ചെയ്യുന്ന പലരുടെയും കഥകൾ കേട്ടാലറിയാം. ഒരിക്കലും ചാരുജി മഹാരാജൻ ഷാജഹാൻപൂരിൽ ഈ തരത്തിലൊരു സന്യാസി ബാബുജി മഹാരാജിന്റെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യാൻ വന്നു. ചാരുജി മഹാരാജ് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേക്ക് വളരെ എളുപ്പമാവില്ലേ ഇതെല്ലാം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ കുറെ കാലം അതൊക്കെ ശ്രമിച്ചു. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ വീടിനെ പറ്റി ചിന്തയാണ്, നാടിനെ പറ്റി ചിന്തയാണ്. എനിക്ക് ഒരുപക്ഷെ ഇവിടെ കിട്ടുന്നേക്കാളും വരുമാനം അവിടെ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ദാജീനെ ശരിയായിട്ട് വഴി കാണിച്ചു കൊടുത്ത ഒരു സന്യാസിയെ കുറിച്ച് ദാജി പറയുന്നുണ്ട്, മോനെ ഇതിൽ വരണ്ട, ഞാൻ എൻ്റെ ജീവിതം വേസ്റ്റ് ചെയ്തു. ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ ഉയരേണ്ടത്, മനസ്സ് ഉയരേണ്ടത്. ജാഗ്രത അവസ്ഥയിലാണ് നമ്മുടെ മാറ്റങ്ങൾ. എവിടെയോ ഒന്ന് കണ്ണടച്ച് ലഭിക്കേണ്ടതല്ല. മെഡിറ്റേഷൻ വേണം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ട് സെഷൻസ് ഓഫ് സോളിറ്റ്യൂഡ്, അത് വേണം, ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ സോളിറ്റ്യൂഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. പുറത്തുനിന്ന് വരുന്ന ഇൻഫർമേഷൻ കാറ്റ് പോലെയാണ് അദ്ദേഹം പറഞ്ഞത്, അത് നമ്മൾ സ്വീകരിക്കണം. എന്നിട്ട് എൻ്റെ ഉള്ളിലുള്ള കണ്ടീഷനുമായിട്ട് അത് കണക്ട് ചെയ്യണം. പുറമേ നമ്മൾ ഉള്ളിലുള്ള ഹാർമണി കാണിക്കണം, സ്നേഹം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം, ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്ന സത്യസന്ധത പുറത്ത് കാണിക്കണം. എങ്കിൽ മാത്രമേ സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ സാധിക്കൂ. അപ്പൊ ഉപനിഷത്തിലും ഇത് വ്യക്തമായിട്ട് പറയുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും മിസ് ചെയ്തു പോകും. അടുത്ത സെഷനിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.